ഇത് 2 ലിറ്റർ DST ജെറ്റ DST ഗിയർ ബോക്സ് വരുന്ന ഒരു വണ്ടിയാണ്. നമുക്കിതൊരു കംപ്ലൈൻറ്റ് കസ്റ്റമർ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ വണ്ടി കുടഞ്ഞ് ഓഫ് ആകുമായിരുന്നു. അന്നേരം ഇത് പല പ്രാവശ്യമായിട്ട് പുള്ളി ബാറ്ററി മാറുകയും കസ്റ്റമർ ബാറ്ററി മാറുകയും എല്ലാം ചെയ്തത്. പുതിയ ബാറ്ററിക്ക് ഇപ്പോൾ വെച്ചിരുന്നത് അതിന് ഈ കംപ്ലൈൻറ്റ് വേണമെങ്കിൽ സ്റ്റാർട്ടർ ഓവറോൾ ചെയ്തിട്ടൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, സ്റ്റാർട്ടർ മാറുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. സ്റ്റാർട്ടർ ഓവറോൾ ചെയ്ത് കഴിഞ്ഞാലും വലിയ എഫക്റ്റീവ് അല്ല. എന്നാലും വണ്ടി ഇതേ സെയിം കംപ്ലൈൻറ്റ് പസാറ്റ് അതുപോലെ തന്നെ സൂപ്പർബ് ഈ ഒരു സെയിം 2 ലിറ്റർ വരുന്ന എല്ലാ DST ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു കംപ്ലൈൻറ്റ് കൂടുതലും കണ്ടേക്കുന്നത്. ഈ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് മോട്ടർ മാറുക എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ. മാറിക്കഴിഞ്ഞത് പക്ക കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടർ ഓവറോൾ ചെയ്ത് ഇപ്പോൾ ഞങ്ങളൊരു 2-3 വണ്ടികൾക്ക് വേണ്ടി ഞങ്ങൾ മാറിയിട്ടുണ്ട്. വണ്ടി കംപ്ലൈൻറ്റ് പക്കയായിട്ട് സോൾവ് ചെയ്യുകയും ചെയ്തു. ഇത് പുതിയ സ്റ്റാർട്ടർ നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടർ ഏകദേശം 30 രൂപ മണ്ടേ എമൗണ്ട് വില വരുന്നതാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടർ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഇതുപോലെ തന്നെ DST ഗിയർ ബോക്സ് വരുന്ന വെൻഡോയ്ക്കും വെൻഡോ റാപ്പിഡിനും ഈ സെയിം കംപ്ലൈൻറ്റ് ഉണ്ട്. സ്റ്റാർട്ടർ മാറുക എന്നുള്ള ഓപ്ഷനുള്ളൂ ഇതിന്. ഇതാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഇതിപ്പോൾ പുതിയ സ്റ്റാർട്ടർ നമ്മളിതേ കയറ്റുവാണ്.